Hello dears, welcome to the class. Today we are going to introduce our first unit, Tender Touch. Okay, let's start our class. നമ്മുടെ തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ടെൻഡർ ടച്ച്. ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുലമായിട്ടുള്ള, ടച്ച് തൊടൽ, തലോടൽ എന്നൊക്കെയാണ് അർത്ഥം. കണ്ടില്ലേ, ആദ്യത്തെ പിക്ചർ തന്നെ ഒരു കുട്ടി താഴെ വീണ് കിടക്കുന്നു. ആ കുട്ടിയെ മറ്റൊരു കുട്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, എണീക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിക്ചർ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് മദർ തെരേസ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. എന്താണ് അതിൻ്റെ മീനിങ്? നിങ്ങളുടെ കൈകൾ സേവനത്തിനായി നൽകുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട്, ഹൃദയം എന്തിനാണ് നൽകേണ്ടത്? സ്നേഹത്തിനായിട്ടാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നെയിമും ടെൻഡർ ടച്ച് എന്നുള്ള ആ പേരും അതുപോലെ തന്നെ മദർ തെരേസയുടെ വേർഡും പിന്നെ ആ പിക്ചറും ഒക്കെ പറയുന്നത് എന്താണ്? സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. ഒരു പെൺകുട്ടി കുറച്ച് ബേർഡ്സിന് തീറ്റ കൊടുക്കുന്നതാണ് അല്ലേ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണോ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ഒരു നല്ല കാര്യം കൂടിയാണ് അത് അല്ലേ. മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നല്ല കാര്യം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് മറ്റുള്ള രണ്ട് കുട്ടികൾ ചളി തെറിപ്പിക്കുന്നതാണ് അല്ലേ. അതൊരു നല്ല കാര്യമാണോ? അല്ല അല്ലേ, അതൊരു നല്ല കാര്യം അല്ല. മുകളിലത്തെ ചിത്രത്തിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതൊരു നല്ല കാര്യമാണ്. എന്നാൽ ഇതോ ഒരാളെ ദ്രോഹിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഗുഡ് ഹാബിറ്റ് അല്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. കമ്പയർ ദ എബവ് പിക്ചേഴ്സ്. വാട്ട് ആർ യുവർ കമൻസ്? ഈ രണ്ട് പിക്ചറും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എ സണ്ണി മോർണിംഗ്. വളരെ പ്രകാശമുള്ള, സൂര്യനൊക്കെ ഉദിക്കുന്ന ഒരു പ്രഭാതം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. ഉദയസൂര്യൻ ജനാലയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. പീപ്ഡ്, പീപ്ഡ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുകയാണ്. ത്രൂ ദ വിൻഡോ, ജനാലയിലൂടെ. Sasha, Sasha, it's getting late, dear. Mother called Sasha in a soft voice. Sasha, Sasha, ഇപ്പോൾ തന്നെ ലേറ്റായി കുട്ടി എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ സാഷയെ വിളിക്കുകയാണ്. ഷി വാസ് ഹാഫ് asleep. അപ്പോഴും സാഷ പകുതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ അവൾ പറയുകയാണ്, ഓ അമ്മ, ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ. നിങ്ങളും അതുപോലെയാണ് അല്ലേ, ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കില്ലേ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. ഇപ്പോൾ തന്നെ നേരം വൈകി എന്ന് പറഞ്ഞ് അമ്മ പതുക്കെ വന്ന് അവളെ തൊട്ടു, തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അങ്ങനെ ബെഡ് വിട്ട് സാഷ എണീറ്റു, കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. എന്താ നല്ല ഒരു മണം, ഇഷ്ടമുള്ള ഒരു മണം വന്നപ്പോൾ സാഷ ഇങ്ങനെ മൂക്കൊക്കെ വിടർത്തി മണത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അവളങ്ങനെ തിരക്കിട്ട് കിച്ചണിലേക്ക് പോയി. മദർ അവളെ പിന്തുടർന്ന് രണ്ടുപേരും അടുക്കളയിലെത്തി. ഇനി അമ്മ പറയുന്നത് എന്താണ് എന്നുള്ളത് അവിടെ എഴുതി ചേർക്കണം. എന്താണ് പറയുന്നത്? സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ എണീക്കൂ, നേരം വൈകി മോളെ എന്നാണ് അമ്മ പറയുന്നത് അല്ലേ. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനാണ് തിരക്കിട്ട് സാഷ കിച്ചണിലേക്ക് പോയത്? ഗുഡ് സ്മെല്ലായിരുന്നു അല്ലേ. അപ്പോഴാണ്, അത് കേട്ടപ്പോഴാണ് അങ്ങോട്ട് പോയത്. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? എന്തായിരിക്കും അടുക്കളയിൽ കണ്ടിട്ടുണ്ടാവുക? അതാണ് പറയാൻ പോകുന്നത്. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഇഷ്ടപ്പെട്ട സ്നാക്ക്, ലഘുഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ വളരെ ബിസി ആയിരുന്നു, അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് അല്ലേ. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. അവൾ ചെന്നപ്പോൾ അച്ഛൻ പറയാണ്, സാഷ, നിൻ്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. ഇത് കണ്ടപ്പോൾ സാഷ ചോദിക്കുകയാണ്, അമ്മ, ഞാൻ സ്കൂളിലേക്ക് കുറച്ച് കൊണ്ടുപോയിക്കോട്ടെ? ഷുവർ ഡിയർ,
ഗോ ആൻഡ് ഗെറ്റ് റെഡി മദർ സെഡ്. അപ്പോൾ അമ്മ പറഞ്ഞു തീർച്ചയായും കൊണ്ടുപോയിക്കോളൂ, പക്ഷെ അതിനു മുമ്പ് എന്താണ്, പോയിട്ട് റെഡി ആവൂ. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. ഒരു മൂളിപ്പാട്ട്, ഹമ്മിങ് എ ട്യൂൺ എന്ന് പറഞ്ഞാൽ മൂളുക, മൂളിപ്പാട്ട് പാടിയിട്ട് ആള് വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറിൻ യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. സാഷ, ആറിൻ യു റെഡി യെറ്റ്? നീ ഇതുവരെ റെഡി ആയില്ലേ എന്നാണ് അവളുടെ ഫ്രണ്ടായ നവീൻ ചോദിക്കുന്നത്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ എവിടെയാണ്? ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് സാഷ ഒരുങ്ങാനായിട്ട് തുടങ്ങി. അടുക്കളയിലേക്ക് എത്തി സാഷ ഫാദറിനോട് ചോദിക്കുകയാണ്, അല്ലേ? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ആർ യു മേക്കിംഗ്? എന്താണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്നാണ്. ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്തായിരിക്കും അതെന്ന്? ദ സർപ്രൈസ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു കാര്യം. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അങ്ങനെ സാഷയും നവീനും സ്കൂളിലെത്തി. ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്, ബെല്ലടിക്കുന്നതിന് തൊട്ട് മുൻപ്. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. നല്ല മണം വരുന്നുണ്ടല്ലോ, എന്താണ് നിന്റെ ബാഗിൽ? നവീൻ ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസാണ്, കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്ന് സാഷ പറഞ്ഞു. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. സാഷ ടിഫിൻ ബോക്സ് എടുത്ത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം! നവീൻ എക്സ്ക്ലെയിംഡ്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് നവീൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ നവീന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഉണ്ണിയപ്പം. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സാഷ. അങ്ങനെ എല്ലാവരും ധൃതിപ്പെട്ട് സാഷയുടെ അടുത്തേക്ക് വന്നു, കുട്ടികളെല്ലാവരും. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ, നവീൻ സെഡ്. അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ, അവരുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ നവീൻ പറയാണ്, വെയിറ്റ്, കാത്തു നിൽക്കൂ, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ. ഇനഫ്, വേണ്ടുവോളം ഉണ്ട്. ഫോർ എവരി വൺ, എല്ലാവർക്കും ഉള്ളത് ഉണ്ട്. അറ്റ് ദാറ്റ് മോമെൻറ്റ് സം വൺ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. ആ സമയം ജനലിനടുത്ത് ഒരാൾ വന്നു. ഹേ, ഹു ഈസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അവിടെ ഒരാളെ കണ്ടപ്പോൾ സാഷ ചോദിക്കുകയാണ്, ആരാണത്? കണ്ടോ, എല്ലാവരും ഉണ്ണിയപ്പം കഴിക്കുകയാണ്, അല്ലേ പിക്ചറിൽ? സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹൂ കുഡ് ദാറ്റ് ബി? സാഷ ആരെയോ വിൻഡോയുടെ അടുത്ത് കണ്ടു, അല്ലേ? ആരായിരിക്കും അത്? അതാരാണ് എന്ന് നമുക്ക് നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. ഒരു പെൺകുട്ടിയാണ് ജനലിൽ അടുത്തുള്ളത്. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലിന് അടുത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. I have seen her somewhere, he said. I have seen her somewhere എന്ന് പറഞ്ഞാൽ ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. The girl was looking at them curiously. ആ കുട്ടി ഇപ്പോൾ ഇവരെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. Her messy hair was swinging in the wind. അവളുടെ മുഷിഞ്ഞ തലമുടി ഇങ്ങനെ കാറ്റത്ത് പാറിക്കളിക്കുന്നുണ്ട്. She looked very tired. അവളെ കണ്ടപ്പോൾ വളരെ ക്ഷീണിതയാണ് എന്ന് തോന്നി. സാഷ വെൻറ്റ് ടു ദ വിൻഡോ. സാഷ ജനലിന് അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് കൈനീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ കുട്ടി എന്തു ചെയ്തു? ആ ഉണ്ണിയപ്പം വാങ്ങാതെ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോവ്ഡ് ദ ഗേൾ. സാഷ അപ്പോൾ അവൾ എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ നോക്കി നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ആ കുട്ടി കുറ്റിക്കാടിന് പിന്നിൽ മറഞ്ഞു. വേർ ഡസ് ഷീ ലിവ്? സാഷ ആസ്ക്ഡ് നവീൻ. എവിടെയാണ് അവൾ താമസിക്കുന്നത്? സാഷ നവീനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം കടിച്ചിട്ടാണ് സാഷ ചോദിച്ചപ്പോൾ ആരാണ്? നവീൻ ഒരു ഉണ്ണിയപ്പം കടിച്ചിട്ടാണ്, അല്ലേ? ഐ ഡോണ്ട് നോ, ഹീ സെഡ്. അവൻ പറഞ്ഞു, എനിക്കറിയില്ല. പുവർ ഗേൾ,
ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പൂവർ ഗേൾ, പാവം കുട്ടി, അവളുടെ ഡ്രസ്സെല്ലാം കീറിയിരിക്കുന്നു എന്ന് സാഷ പറഞ്ഞു. വൈ ഡിഡിൻ ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ കുട്ടി ഉണ്ണിയപ്പം സ്വീകരിക്കാഞ്ഞത്? ദ ഗേൾ കംസ് എഗെയിൻ, ആ പെൺകുട്ടി വീണ്ടും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താണ് പറയുന്നത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ, ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ, ഒരു ചിരി കൊണ്ട് നമ്മുടെ ഈ മുഖം വീർപ്പിക്കലൊക്കെ മായ്ച്ച് കളയും. വെൻ യു ഫീൽ ഡൗൺ, നിങ്ങൾ താഴെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു ചിരി കൊണ്ട് അവരതൊക്കെ മായ്ച്ച് കളയും. മിസ് അനുപമ, their teacher was singing a song in the class. അപ്പോൾ അവരുടെ ടീച്ചറായിട്ടുള്ള മിസ് അനുപമ അവർക്കൊരു പാട്ട് പാടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന്, സഡൻലി, പെട്ടെന്ന് സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. സാഷ കണ്ടു ആ പെൺകുട്ടി വാതിലിനടുത്ത് നിൽക്കുന്നത്. പുവർ ഗേൾ, I think she wants to come in, Sasha murmured. Poor girl, പാവം പെൺകുട്ടി. I think she wants to come in. അവൾക്ക് ഉള്ളിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. സാഷ murmured. സാഷ ഇങ്ങനെ പിറുപിറുത്തു സ്വന്തമായിട്ട്. Listen, said the teacher. Hearing the teacher's voice, the girl ran away. Listen, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ എന്ന് ടീച്ചർ ഇങ്ങനെ പറയുകയാണ് അല്ലേ കുട്ടികളുടെ അടുത്ത്. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ്, ദ ഗേൾ റാൻ അവേ. ടീച്ചറുടെ സൗണ്ട് കേട്ടപ്പോൾ ആ കുട്ടി ഓടിപ്പോയി. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ആ കുട്ടി പിന്നെയും വന്നത്? എ ലല്ലബായ്, ലല്ലബായ് എന്ന് പറഞ്ഞാൽ താരാട്ട്. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ were walking home. On the way they heard someone singing a song. അങ്ങനെ സ്കൂൾ വിട്ട് സാഷയും നവീനും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ, ആ വഴിയിൽ അവരൊരു പാട്ട് കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താണ് അവർ കേട്ടത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ്, നല്ല കൂട്ടുകാർ മനസ്സിലാക്കും. യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. യുവർ ലിറ്റിൽ ട്രയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം, നമ്മളിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കില്ലേ, അത് അവർ മനസ്സിലാക്കി നമ്മളെ ലെൻഡ് എ ഹാൻഡ്, നമുക്ക് ഒരു കൈ തന്ന് നമ്മളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. ആ പാട്ടാണ് അവർ കേട്ടത്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു, നവീൻ നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ? ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. നവീൻ റിപ്ലൈഡ്. ഈ പാട്ടല്ലേ നമ്മളെ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത്? നവീൻ ചോദിച്ചു. ബട്ട് ഹു ഈസ് സിംഗിങ്? പക്ഷെ ആരാണ് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വരൂ നമുക്ക് തിരഞ്ഞ് നോക്കാം. പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ നവീനും സാഷയും സംസാരിക്കുന്നതാണ് അല്ലേ? സാഷ പറയുന്നത് എന്താണ്? നവീൻ, ഡു യു ഹിയർ ദ സോങ്? നീ ആ പാട്ട് കേട്ടോ എന്നുള്ളതാണ്. അതവിടെ എഴുതി ചേർക്കണം. ക്വസ്റ്റ്യൻ, ഹു ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾ ആരാണ് പാടുന്നത് എന്നാണ് വിചാരിക്കുന്നത്? എ പ്ലസൻറ്റ് സർപ്രൈസ്, സന്തോഷത്തോടെയുള്ള ഒരു സർപ്രൈസ് അല്ലേ? സന്തോഷകരമായ ഒരു സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ആ പെൺകുട്ടിയെ ഒരു മരത്തിനടുത്ത് കണ്ടെത്തി. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവളപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു? ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ, അവളുടെ ചെറിയ ബ്രദറിനെ ഇങ്ങനെ തൊട്ടിലിൽ ആട്ടുകയായിരുന്നു. സിംഗിങ് ദ സോങ്, ആ പാട്ട് പാടിക്കൊണ്ട്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺഡ് ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സാഷ. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺഡ് ദ സോങ്? എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത് എന്ന് നവീൻ സാഷയുടെ ചെവിട്ടിലിങ്ങനെ പറഞ്ഞു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വകാര്യം പറയുക. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ പെൺകുട്ടി അപ്പോൾ അവരെ കണ്ടു, ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോംബ് ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. ഇവരെ കണ്ടപ്പോൾ അവളുടെ മുടിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് മാടി ഒതുക്കുകയാണ്. യു സിംഗ് ബ്യൂട്ടിഫുള്ളി.
നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. നീ നന്നായി പാടി എന്ന് നവീൻ അവളെ അപ്രീഷിയേറ്റഡ് ഹെർ, അവളെ അഭിനന്ദിച്ചു. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പോൾ സാഷയ്ക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. പിക്ചറിൽ നവീൻ അവളെ അഭിനന്ദിക്കുന്നതാണ് അല്ലേ? എന്താണ് പറയുന്നത്? യു സിങ് ബ്യൂട്ടിഫുള്ളി. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും സാഷയുടെ ഗിഫ്റ്റ്? ദ ഗിഫ്റ്റ്, സമ്മാനം. സാഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഇറ്റ് വാസ് പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. അതൊരു സ്റ്റോറി ബുക്കായിരുന്നു, ചിത്രങ്ങളൊക്കെയുള്ള ഒരു ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ ആ കുട്ടിക്ക് അത് നൽകി. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അപ്പോൾ ആ സമ്മാനം വാങ്ങാനായിട്ട് അവൾ എന്ത് ചെയ്തു? വൈപ്ഡ് ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകൾ ഇങ്ങനെ തുടച്ചു. എവിടെയാണ്? ഓൺ ഹെർ സ്കേർട്ട്, അവളുടെ പാവാടയിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. എന്നിട്ട് ആ സമ്മാനം ഒരു പുഞ്ചിരിയോടുകൂടി വാങ്ങി. എന്നിട്ട് അതിന് താങ്ക് യു എന്ന് നന്ദിയും പറഞ്ഞു. കബിത, ഹു ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. കബിത, ആരാണ് അവിടെ എന്ന് അവളുടെ അമ്മ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവളുടെ പേര് കബിത എന്നാണ് അല്ലേ? ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ നവീൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടി. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കബിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ സാഷ പറഞ്ഞു, നമുക്ക് കബിതയുടെ കാര്യം നമ്മുടെ അനു ടീച്ചറോടൊന്ന് പറയാം, അവർക്ക് ഇവളെ സഹായിക്കാൻ കഴിയുമെന്ന് സാഷ പറഞ്ഞു. ക്വസ്റ്റ്യൻ, വിൽ അനു ടീച്ചർ ഹെൽപ്പ് കബിത? ഹൗ? അനു ടീച്ചർക്ക് കബിതയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണ് കബിതയെ സ്കൂളിൽ ചേർക്കാൻ സഹായിക്കാൻ കഴിയും അല്ലേ? ദ സ്മൈൽ, ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമുക്കൊരു ന്യൂ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. അവൾ കുറച്ച് അകലെ നിന്നാണ് വരുന്നത്, നമുക്ക് അവളെ വെൽക്കം ചെയ്യാം എന്ന് പറഞ്ഞു. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കബിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ആരാണ് വെൽക്കം ചെയ്യുന്നത്? ഹെഡ് മാസ്റ്ററാണ്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് കബിതയെ സ്കൂളിലേക്ക്. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അങ്ങനെ വിളിച്ചപ്പോൾ അവൾ മുന്നോട്ട് വന്നു. സ്കൂൾ യൂണിഫോമിലാണ് കബിത വന്നിട്ടുള്ളത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. എന്നിട്ട് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. The headmaster invited Kabita's parents to the stage. All the children clapped. ഹെഡ്മാസ്റ്റർ കബിതയുടെ രക്ഷിതാക്കളെയും സ്റ്റേജിലേക്ക് വിളിച്ചു. എല്ലാ കുട്ടികളും കൈയടിച്ചു. I congratulate Sasha and Naveen. They helped Kabita to join us. എന്നിട്ട് ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ആരെ? കബിതയെ നമ്മുടെ സ്കൂളിൽ ചേർത്താനായിട്ട് മുൻകൈയെടുത്ത സാഷയെയും നവീനെയും. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയസ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. എന്നിട്ട് സാഷയെയും നവീനെയും ഡയസിലേക്ക് വിളിച്ചു, സ്റ്റേജിലേക്ക് വിളിച്ചു, ആ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. കൈയടിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും അങ്ങോട്ട് സ്വാഗതം ചെയ്തു. Why did the headmaster invite Sasha and Naveen to the dais? എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ സാഷയെയും നവീനെയും ഡയസിലേക്ക് വിളിച്ചത്? കാരണം കബിതയെ സ്കൂളിൽ ചേർത്താൻ അനു ടീച്ചറോട് പറഞ്ഞത് അവർ രണ്ടുപേരുമാണ്, അതുകൊണ്ടാണ് അല്ലേ? ടീയേഴ്സ് ഓഫ് ജോയ്, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീർ. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും സ്റ്റേജിന് അടുത്തേക്ക് നടന്നു. The headmaster shook hands with them. All the children applauded them again. Kabita looked at Sasha and Naveen. Her eyes brightened with gratitude. Anu teacher's song was echoing in every mind. അങ്ങനെ രണ്ടുപേരും ഹെഡ് മാസ്റ്റർ വിളിച്ചപ്പോൾ സ്റ്റേജിനടുത്തേക്ക് നടന്നു. എല്ലാ കുട്ടികളും കൈയടിച്ചിങ്ങനെ അവരെ വെൽക്കം ചെയ്യാണ് അല്ലേ? അവരെ കണ്ടപ്പോൾ കബിത അവരെ നന്ദിയോടുകൂടി
ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെയുള്ള കണ്ണുകളാണ്? തിളങ്ങുന്ന നന്ദിയുള്ള കണ്ണുകളോടെ അവരെ നോക്കി. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചർ പഠിപ്പിച്ച ആ സോങ് ഇങ്ങനെ എക്കോയിങ് ഇൻ എവരി മൈൻഡ് മുഴങ്ങി കേൾക്കുകയാണ്. എന്ത് പാട്ടാണ്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. എന്താണ്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ദ ഗോൾഡ്. സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ത്? ബെസ്റ്റ് ഫ്രണ്ട്സ്. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് താങ്ങാനാവുന്ന അത്രയും സ്നേഹം അവർ നൽകുന്നു. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. ദ ഗേൾ സ്മൈൽഡ്. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് അവളെ ഹഗ് ചെയ്തു കവിതയെ. അപ്പോൾ ആ കുട്ടി പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. പക്ഷേ അവളുടെ കണ്ണിൻ്റെ ഒരു കോണിലായിട്ട് കണ്ണുനീരിങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ കരയുന്നില്ല. അതെന്തുകൊണ്ടുള്ളതാണ്? സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്. ക്വസ്റ്റ്യൻ: വൈ ഡിഡ് കവിത സ്മൈൽ? എന്തിനാണ് കവിത സ്മൈൽ ചിരിച്ചത് എന്നാണ്. എന്തുകൊണ്ടാണ്? സന്തോഷം കൊണ്ടാണ് അല്ലേ? സ്കൂളിൽ ചേർന്നതിലുള്ള സന്തോഷം കൊണ്ട്. എന്താണ് അനുപമ ടീച്ചർ പറയുന്നത് കവിതയോട്? ഓ മൈ ഡിയർ, വെൽക്കം ടു ദ സ്കൂൾ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സാഷയുടെയും നവീൻ്റെയും അതുപോലെ തന്നെ കവിതയുടെയും എല്ലാം സ്റ്റോറി ഇഷ്ടമായില്ലേ? യൂണിറ്റിൽ പഠിച്ച ന്യൂ വേർഡ്സ് ആണ്. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടു റിസീവ് സ്വീകരിക്കുക. അപ്ലോഡ് ടു ക്ലാപ്പ് ഹാൻഡ്സ് കൈയടിക്കുക. അപ്രീഷിയേറ്റ് ടു കൺഗ്രാജുലേറ്റ് അഭിനന്ദിക്കുക. ഡയസ് എ റേസ്ഡ് പ്ലാറ്റ്ഫോം ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം. എക്കോ ടു റിപ്പീറ്റ് എ സൗണ്ട് ഒരു സൗണ്ട് വീണ്ടും വീണ്ടും കേൾക്കുക. ഫ്രോൺ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസ്പ്ലഷർ ഓർ സാഡ്നെസ്. ഫ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷക്കേടോ അല്ലെങ്കിൽ ഒരു ദുഃഖമോ ഒക്കെ കാണിക്കുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷനാണ്. ഗ്ലിറ്റർ തിളക്കം ടു സ്പാർക്കിൾ. ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റീവ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളത് എന്നൊക്കെയാണ്. ഹഗ് ആൻ ആക്ട് ഓഫ് ഹോൾഡിംഗ് സംബഡി ടൈറ്റ്ലി ടു ഷോ ലവ്. നമ്മുടെ സ്നേഹം കാണിക്കാനായിട്ട് ഒരാളെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്. ഹമ്മിങ് മേക്കിംഗ് എ ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്സ്. ചെറിയ സൗണ്ടിൽ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ അടച്ച് ഉണ്ടാക്കുന്ന തുടർച്ചയായൊരു സൗണ്ടാണ് ഹമ്മിങ്. ഹറി ടു മൂവ് ക്വിക്ക്ലി പെട്ടെന്ന് ചലിക്കുന്നത്. ഹറി. ഇൻട്രൊഡ്യൂസ് ടു മേക്ക് നോൺ ടു അതേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുടെ മുൻപിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ലെൻഡ് എ ഹാൻഡ് ടു ഓഫർ ഹെൽപ്പ് നമുക്ക് ഒരാൾക്ക് സഹായം കൊടുക്കുന്നത്. ലല്ലബൈ ക്രാഡിൽ സോങ് താരാട്ടുപാട്ട്. മർമർ ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ് വളരെ കുറഞ്ഞ സൗണ്ടിൽ വളരെ സോഫ്റ്റായിട്ട് പറയുന്നതാണ് മർമർ എന്ന് പറയുന്നത്. പീപ്പ് ടു ലുക്ക് സീക്രട്ട്ലി സീക്രട്ടായിട്ട് നോക്കുന്നത്. റഷ് ടു മൂവ് ക്വിക്ക്ലി പെട്ടെന്ന് തിടുക്കത്തിൽ പോകുന്നത്. സെർച്ച് ടു ലുക്ക് ഫോർ എന്തെങ്കിലും തിരയുന്നത്. സജസ്റ്റ് ടു ഗിവ് ആൻ ഐഡിയ എന്തെങ്കിലും ഒരു ഐഡിയ കൊടുക്കുന്നത്. സർപ്രൈസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് വിചാരിക്കാതെ ഉണ്ടാവുന്നത്. ടെൻഡർ സോഫ്റ്റ്. ട്രയൽ എ ടെസ്റ്റ് ഓഫ് ദ പെർഫോമൻസ് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപുള്ള ഒരു ടെസ്റ്റാണ് ട്രയൽ. വൈപ്പ് ടു ക്ലീൻ തുടയ്ക്കുക. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ലെറ്റ്സ് പ്ലേ ടുഗെദർ ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ലെറ്റ്സ് പ്ലേ ടുഗെദർ ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. എന്താണ് പറയുന്നത്? നമുക്ക് ഫ്രണ്ട്സ് ആവാം, ഒരുമിച്ച് കളിക്കാം, എല്ലാ തമാശകളും എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. യുവർ ടേൺ ദെൻ മൈ ടേൺ. ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യുവർ ടേൺ ദെൻ മൈ ടേൺ. ഷെയറിങ് ഈസ് കെയറിങ്. ദാറ്റ്സ് വാട്ട് വി ഡു. ഇതിൽ പറയുന്നത് എന്താണ്? നിൻ്റെ അവസരം, നിൻ്റെ ഊഴം, അതിനുശേഷം എൻ്റേത്. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെയോ നമുക്ക് താങ്ക് യു പറയാം
എന്തെങ്കിലും ഒരു കാര്യം നല്ലത് കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തന്നാൽ അവരോട് താങ്ക് യു പറയാം, ഷെയർ ചെയ്യാം, അങ്ങനെ നല്ല കൂട്ടുകാരായി ജീവിക്കാം എന്നാണ് പറയുന്നത്. ജെസ്സി ഗ്രിമസ് ആൻഡ് റോസന്നെ അദേദിറാൻ ആണ് ഈ പോയം എഴുതിയത്. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? എന്തൊക്കെ ഗെയിംസാണ് നിങ്ങളുടെ ഫ്രണ്ട്സുമായി നിങ്ങൾ കളിക്കാറുള്ളത്? ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.